കിട്ടിയ കൈ കിട്ടി ഞാൻ എൻ്റെ എടുത്തു. അച്ഛൻ നല്ല ഉറക്ക. ഈ സൈക്കിൾ അവിടെ വെക്കും, നമുക്ക് ബൈക്കിൽ പോവാം. വാ ഒച്ചുണ്ടാക്കാണ്ട് പതുക്കെ വാ. സൈക്കിളോടെ അതെ സമയായിട്ടാ. നിക്കടാ. വരുന്നുണ്ട്. ആരുടെ എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? മനുഷ്യൻ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ? എന്റെ കിഷോറെ, അലമാരിലിരിക്കുന്ന കാശെടുത്ത് അച്ഛന്റെ കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങാന്ന് വെച്ചാലേ അത്ര നിസ്സാര കാര്യമൊന്നല്ല. അത് ശരിയാ. എന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്ന് പോക്കറ്റിലാക്കാൻ പറ്റ പാട് എനിക്കറിയാം. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ചേട്ടൻ കണ്ടിരുന്നോ? ഞാൻ പോരാ നേരം നല്ല ഉറക്കാ. അച്ഛനും അമ്മയും മരിച്ചേ പിന്നെ ആ നാറിയ ഒരു പട്ടിയുടെ വില പോലും എനിക്ക് ആ വീട്ടിൽ തന്നിട്ടില്ല. അതിന് പറ്റിയൊരു കുണഞ്ഞ ചേട്ടത്തെ അമ്മയും. ജീവിതകാലം മുഴുവൻ അയാളുടെ പലചരക്കിടയിൽ ആട്ടും തുപ്പും കേട്ട് നിൽക്കുമെന്ന് അയാളുടെ വിചാരം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കുറച്ച് കാശുണ്ടാക്കി അയാളുടെ മുന്നിൽ നിവർന്ന് നിന്നിട്ട് മരിച്ചാൽ മതി എനിക്ക്. അതെ കഥ പറഞ്ഞ ട്രെയിൻ ബോട്ടാ. കൈ കിട്ടി ഞാൻ അങ്ങോട്ട് എടുത്തു. എത്രയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. ഇത് എടുക്കാൻ പറ്റുള്ളല്ലോ. നീ എന്തീ കാണിക്കാൻ പോണ? ഒന്നുമില്ലടാ, പൊട്ടിക്കാനടാ. സൂക്ഷിച്ച് പൊട്ടിക്കട്ട. കുടുക്ക മാത്രമേ ഉള്ളൂ, കാശൊന്നുമില്ല. അതെ, ഈ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളടാ. ഓട്ടടാ, ഇന്ന ട്രെയിൻ പോകും. കൽക്കട്ടയിൽ ചെന്നിട്ട് ജോലി കയറിയ ശേഷം വിളിക്കണേടാ. ഓട്ടടാ. ഓ കുടുക്ക പൊട്ടിച്ച കാശ് നീ കിഷോറിന് കൊടുത്തപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞത് നീ ശ്രദ്ധിച്ചു വരുന്നോടാ.